കാട്ടുവഴിയിൽ ഇരുട്ടത്തൊരു രഹസ്യം മറഞ്ഞിരിക്കുകയായിരുന്നു. സൗഹൃദത്തിന്റെ ചിരിയിൽ പേടിയുടെ നിഴൽ മറഞ്ഞിരിക്കുകയായിരുന്നു. മെഹന്തിയുടെ മണത്തിൽ ഓടിയ രക്തം മാറി അടയാളമായി. നദിയിൽ വെള്ളമല്ലായിരുന്നു, അത് വേദന നിറഞ്ഞ ആശകളാണ്. കൂട്ടായി പോയവൾ, അവളും ഒരു കഥയായി മാറി. പിരികാസിന്റെ ഈ വട്ടത്തിൽ ഉണർന്നു ഒവ്വൊരു യൗവനവും. സമയം വൈകുന്നേരമാണ്. ആനന്ദിയും പൃക്ഷയും രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. പശ്ചിമ നിറഞ്ഞ ആ കാട്ടിനകത്ത് പോകുന്ന വഴിയിൽ അവർ സൈക്കിൾ ഓടിച്ചു പോവുകയായിരുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തോടെയായിരുന്നു. അവർ എങ്ങനെ സൈക്കിൾ ഓടിച്ചു പോയെന്നാൽ അവർ എന്തോ റേസ് ഓടിക്കുന്നത് പോലെ ഓടിച്ചുകൊണ്ടിരുന്നു. സൈക്കിൾ ഓടിച്ചുകൊണ്ടേ അവൾ മുന്നിലോട്ട് ചെന്നു. കുറച്ചു സമയത്തിന് ശേഷം കാട് വഴി പോകുന്ന ഒരു പാതയിൽ വന്ന് അവർ നിന്നു. രണ്ടുപേരും ആ വഴി നോക്കി. അതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം അവരിലുണ്ടായി. ഉടനെ അവർ അടുത്തുണ്ടായിരുന്ന ഒരു പഴം വ്യാപാരിയോട് ചോദിക്കാമെന്ന് തീരുമാനിച്ചു. ചേട്ടാ, ഈ പാത ഏത് വഴിയാ പോകുന്നേ? നിങ്ങൾ എന്താ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത്? എവിടെയെങ്കിലും പോവും. ഞങ്ങൾ സിറ്റിയിൽ നിന്ന് വരികയാണ്. ഇവിടെ കുറച്ച് ദിവസം താമസിക്കും. ക്യാമ്പിംഗ് ചെയ്യാനായിട്ട് വന്നോ? അതെ, ക്യാമ്പയിൻ ചെയ്യാൻ വന്നതാണ്. ഈ കാടിനകത്ത് നദിയുണ്ടോ? ആ, എല്ലാം ഉണ്ട്. പക്ഷെ ഏത് ഇരിക്കാൻ പാടില്ലയോ അതും ഉണ്ട്. എന്താ പറയുന്നേ? ഇല്ല ഇല്ല, ഒന്നുമില്ല. അതോ ആ വഴി കൂടെ പോകൂ. 3 കിലോമീറ്ററിൽ ഒരു നദി ഉണ്ടാവും. നിങ്ങളെ കൊണ്ട് പോകാൻ പറ്റിയാൽ. ആനന്ദിക്കും പൃക്ഷയ്ക്കും അദ്ദേഹം അല്പം വ്യത്യാസമായ ആളായും പേടിപ്പിക്കുന്ന ആളായും തോന്നി. പക്ഷെ അവർ വലുതായി കൂട്ടാക്കാൻ നിന്നില്ല. അവർ ആ കാടിലേക്ക് പോകാൻ തുടങ്ങി. രണ്ടുപേരും അവരുടെ സൈക്കിൾ ആ കാട് വഴിയിൽ തിരിച്ചു. എന്നിട്ട് കാടിനകത്തേക്ക് ചെന്നു. ആ പഴ വ്യാപാരി അവരോട് പറഞ്ഞതുപോലെ തന്നെ അവർ രണ്ടുപേരും കാടിനകത്തേക്ക് സൈക്കിൾ ഓടിച്ചു പോവുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവരൊരു പഴയ വലിയ മരത്തിനരികിൽ വന്നെത്തി. നോക്ക് ആനന്ദി, നമ്മളിവിടെ സൈക്കിൾ ഓടിച്ചു വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി. ആ ഫ്രൂട്ട്സ് കടക്കാരൻ പറഞ്ഞത് 3 കിലോമീറ്ററിനകത്ത് നദി കാണുമെന്നല്ലേ? അതേ, ശരിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ 3 അല്ല 6 കിലോമീറ്റർ വന്നെന്നാണ്. നദിയേ ഇല്ല. നീ GPS ഒന്ന് ചെക്ക് ചെയ്തേ, നമ്മൾ എവിടെയാണുള്ളതെന്ന്. ആനന്ദി തന്റെ ബാഗിൽ നിന്നും GPS ട്രാക്കർ എടുത്തു. പക്ഷെ അതിൽ അവർക്ക് സിഗ്നൽ കിട്ടിയില്ല. ദൈവമേ, ഇപ്പോ വേണോ ഇതും ചീത്തയാകാൻ? എന്തു പറ്റി? നോ സിഗ്നൽ. ഷിഡിയാർ, ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഈ മാപ്പിൽ പണി കഴിയുമെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ട് വേറൊരു മാപ്പും എടുത്തുകൊണ്ട് വന്നില്ല. ശരി, നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾ ഏത് പാതയിലാണോ വന്നത് അതേ പാത ഫോളോ ചെയ്ത് തിരിച്ചു പോയേക്കാം. ആനന്ദി മുകളിലേക്ക് നോക്കി. അതിനിടയ്ക്ക് 4 വശത്തും ഇരുട്ടായി മാറി. നീ ഇത് കണ്ടല്ലോ? അതെ, ശരിയാണ്. ഞാനത് ശ്രദ്ധിച്ചില്ല. നമ്മളൊരു കാര്യം ചെയ്യാം. ഇവിടെ എന്തെങ്കിലും സ്ഥലമുണ്ടോ എന്ന് നോക്കാം. ഇന്ന് രാത്രി അവിടെ തന്നെ തങ്ങാം. അവരവിടെ നിന്ന് മുന്നിലോട്ട് ചെന്നപ്പോൾ കാടിന്റെ ആത്മാവ് വെരിക്കസ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതേ സ്ഥലത്ത്. അവിടെയാണ് അവർ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ പോകുന്നതിനെ നോക്കി നിൽക്കുകയായിരുന്നു. കുറച്ചു മുന്നിലോട്ട് ചെന്നപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അവർ ചെന്നെത്തി. ഗാലിയായിരുന്നു. 2 വശത്തും വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു. അവിടെ നല്ല ഇരുട്ടും നിറഞ്ഞിരുന്നു. രണ്ടുപേരും അവിടെ ചെന്നെത്തി. ഈ സ്ഥലം കൊള്ളാമെന്ന് തോന്നുന്നു. നീ എന്തു പറയുന്നു? ആ ശരി, ഇവിടെ തന്നെ ക്യാമ്പ് സെറ്റ് ചെയ്യാം. ആ ശരി. അവർ രണ്ടുപേരും അവരുടെ ക്യാമ്പ് സെറ്റ് ചെയ്തു. ക്യാമ്പിംഗ് ലൈറ്റ് ഇട്ടു. ഇനി ആഹാരത്തിന് എന്ത് ചെയ്യും? എൻ്റെ ബാഗിൽ കുറച്ച് കപ്പ് നൂഡിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മതിയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചൂടുള്ള വെള്ളം, ഓ ഷിറ്റ്, അതെനിക്ക് ഒട്ടും ഓർമ്മയില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ശരി, നമുക്കൊന്ന് ചെയ്യാം. നീ കാടിനകത്ത് പോയി വിറകൊക്കെ കൊണ്ടുവാ. ഞാൻ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. പക്ഷേ ആനന്ദി, എനിക്ക് തനിച്ചു പോകാൻ പേടിയാകുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോകാം. നമ്മൾ ഒന്നിച്ചു പോയി നമ്മുടെ സാധനങ്ങളൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ? നീ വാ, ഈ വലിയ കാട്ടിനകത്ത് ആര് വരാനാണ്? ശരി, നമ്മളൊരു കാര്യം ചെയ്യാം. ഞാൻ ചെന്ന് വിറക് എടുത്തുകൊണ്ട് വരാം. നീ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. എന്നാൽ ശരി, പക്ഷെ വേഗം വന്നേക്കേ. ആ, ആനന്ദി അവിടെ നിന്നും പോയി. പ്രേക്ഷ അടുത്തുണ്ടായിരുന്ന ഒരു കമ്പ് കയ്യിലെടുത്തു. പിന്നെ ഒരു പാറയുടെ മുകളിൽ ഇരുന്നു. കുറച്ചു സമയത്തിനകം ആനന്ദി വീണ്ടും കാടിന് ഒരുപാട് അകത്തു പോകാൻ തുടങ്ങി. അവൾ ഉണങ്ങിയ വിറകുകൾ തേടുകയായിരുന്നു. അവൾ കുറച്ച് അകത്തേക്ക് ചെന്നു. അവിടെ അവൾക്ക് വെള്ളം ഓടുന്ന ശബ്ദം കേട്ടു. ഈ വെള്ളം ഓടുന്ന ശബ്ദം.
ഞാൻ ഇവിടുന്ന് പോകണം. ആനന്ദി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആ ശബ്ദം എവിടെ നിന്ന് വരുന്നെന്ന്. പിന്നെ അതേ ദിശയിലേക്ക് അവൾ നടന്നു ചെല്ലുകയായിരുന്നു. കുറച്ചു സമയത്തിനകം അവൾ ഒരു ചെറിയ നദിയുടെ അരികിൽ ചെന്നെത്തി. അത് അവൾ കണ്ടതും അവളുടെ മുഖത്ത് ഉടനെ നല്ല ചിരി വന്നു. ഉടനെ അവൾ ഡ്രസ്സ് ഊരി എന്നിട്ടൊരു മൂലയിൽ വെച്ചു. എന്നിട്ട് അവൾ തനിച്ച് നദിയിലേക്ക് ഇറങ്ങി. അവൾ ആ തണുത്ത വെള്ളം നന്നായി എൻജോയ് ചെയ്തുകൊണ്ട് ശാന്തമായി കുളിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് കാട്ടിൽ നിന്നും ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടത്. അവൾ ഉടനെ അങ്ങോട്ട് തിരിഞ്ഞു. ആ ശബ്ദം എവിടെ നിന്ന് വരുന്നുവെന്ന് അവൾ ശ്രദ്ധിച്ചു. മറ്റൊരു വശത്ത് പ്രേക്ഷ ഇപ്പോഴും അതേ സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. ആനന്ദി തിരികെ വരുമെന്ന് അവൾക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് കാട്ടിലെ പ്രാണികൾ ഇടുന്ന ശബ്ദം കേട്ട് അവൾ വല്ലാതെ വിറച്ചുകൊണ്ടിരുന്നു. അവൾക്ക് വളരെ പേടിയാണ്. അപ്പോഴാണ് ഇരുട്ടായ ആ കാടിനകത്തു നിന്നും അവൾക്ക് ഭയങ്കരമായൊരു ശബ്ദം കേട്ടത്. അവൾ ഉടനെ പേടിച്ചെണീറ്റ് നിന്നു. എന്നിട്ട് ഉടനെ അവളുടെ കയ്യിൽ ആ കമ്പെടുത്തു. ആരാണത്? അവൾക്ക് ഒരു മറുപടിയും കിട്ടിയില്ല. ആരാണത്? അപ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ അവളുടെ തോളത്ത് കൈവച്ചത്. പേടി കൊണ്ട് അവളുടെ ശരീരം നിലച്ചുപോയി. എന്നിട്ട് അവൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ അവിടെ അവളല്ലാതെ മറ്റാരുമല്ലായിരുന്നു. അവിടെ ആനന്ദിയായിരുന്നു നിന്നിരുന്നത്. താങ്ക് ഗോഡ്, നീ തിരിച്ചെത്തിയല്ലോ. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഈ കാട് വളരെ ഭയങ്കരമായിരിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് എന്തോ ഒരു ശബ്ദവും കേട്ടു. ആനന്ദി പൃക്ഷയെ സമാധാനിപ്പിച്ചു. സാരമില്ല, വിട്, നീ പേടിക്കല്ലേ, ശാന്തമായിരിക്കെ, എല്ലാം ശരിയാകും. ഞാൻ തിരിച്ചെത്തിയല്ലോ. വളരെ നന്ദി. അല്ല, നീ വിറകെടുക്കാനല്ലേ പോയത്? എടുത്തുകൊണ്ട് വന്നില്ലേ? വിറകിന്റെ കാര്യം വിട്, ഞാൻ വേറൊന്ന് തേടി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതെന്താണ്? ഞാൻ ആ നദി കണ്ടെത്തി. അതിനെക്കുറിച്ചാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. എന്ത് നേരാണോ? എന്നാൽ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകാം. വാ, നമ്മൾ ടെന്റ് എടുത്തുകൊണ്ട് അവിടേക്ക് പോകാം. ഇത് അവിടേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടെ ചെന്ന് കുറച്ചു സമയം ഇരിക്കാം. ആഹാരം കഴിച്ചിട്ട് ഇവിടേക്ക് വരാം. പൃക്ഷ കുറച്ചു സമയം ചിന്തിച്ചു. എന്നിട്ട് സമ്മതിച്ചു. രണ്ടുപേരും ഒന്നിച്ച് ആ വലിയ കാട്ടിനകത്തേക്ക് പോകാൻ തുടങ്ങി. കാട്ടിനകത്ത് ആനന്ദി മുന്നിലായി വേഗത്തിൽ നടന്നു ചെന്നു. അവൾ കയ്യിൽ ടോർച്ച് വെച്ചുകൊണ്ട് വഴി നോക്കി നടക്കുകയായിരുന്നു. ഇരുട്ടത്ത് പോലും അവൾ വളരെ വേഗത്തിൽ നടന്നു ചെന്നു. പക്ഷേ വൃക്ഷയ്ക്ക് അവളോടൊപ്പം നടക്കുന്നത് വളരെ കഷ്ടമായിരുന്നു. വൃക്ഷയും തൻ്റെ കയ്യിൽ ടോർച്ചോടെ ആനന്ദിയുടെ പുറകെ നടന്നു ചെന്നു. ആനന്ദി, ഒന്ന് നിൽക്ക്. എന്തിനാ ഇത്ര വേഗം പോകുന്നേ? ഇനിയും എത്ര ദൂരമുണ്ട്? ഇനിയും കുറച്ചു ദൂരമേ ഉള്ളൂ. നദിയുടെ അരികിലെല്ലാം നന്നായിട്ടുണ്ട്. അവിടെ നമുക്ക് ടയേർഡാവില്ല. വൃക്ഷ കുറച്ചു സമയം വരെ അവളുടെ പുറകെ നടന്നു പോവുകയായിരുന്നു. അല്ല, നീ ആ ശബ്ദത്തെക്കുറിച്ച് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അതെന്താണ്? അതൊരു പെണ്ണാണ്. ഇവിടെ വഴിമാറി വന്നതാണ്. പക്ഷെ ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ വ്യത്യാസമായി സംസാരിക്കുന്നത്? വൃക്ഷ കാറ്റത്ത് എന്തോ ഒരു മണം അറിഞ്ഞു. പിന്നെ ഈ മണം എവിടെ നിന്നാണ്? മെഹന്തി പോലെ എന്തോ ഒരു മണം വരുന്നു. ആനന്ദി നടക്കുന്നത് നിർത്തി. അവൾ അവിടെ തന്നെ നിന്നു. അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ വൃക്ഷയോട് പതുക്കെ സംസാരിച്ചു. എന്താ, നിനക്ക് മെഹന്തി ഇഷ്ടമില്ലേ? മെഹന്തി എത്ര നല്ലതാണെന്ന് അറിയാമോ? ശരി ശരി, പോ, കൂടുതൽ പേടിപ്പിക്കല്ലേ. ഈ പ്രേതം എന്നൊക്കെ പറയുന്നത് വളരെ പഴയതായി തുടങ്ങി. വൃക്ഷയ്ക്ക് അത് കളിയായി തോന്നി. അതുകൊണ്ട് അവൾ അത് പറഞ്ഞിട്ട് മുന്നിലോട്ട് അവൾ നടന്നു ചെല്ലുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവർ അതേ നദിക്കരയിൽ വന്നെത്തി. പക്ഷേ ഇപ്പോൾ മുന്നത്തെ പോലെ ആ നദി അത്ര വൃത്തിയുള്ളതല്ല. നദി വളരെ വ്യത്യാസമായിരുന്നു. അതിന്റെ വെള്ളം ആഴമുള്ളതായും കറുത്തതായും മാറിയിരുന്നു. ഇത് നദിയാണോ? ഈ വെള്ളം എന്താ ഇങ്ങനെ കറുത്തിരിക്കുന്നത്? ആനന്ദി, ഈ നദി കൊണ്ട് ഒരു പ്രയോജനവും. അവൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ നിർത്തി. കാരണം അവൾ എന്തോ ഒന്ന് കണ്ടു. അത് ആനന്ദിയുടെ ജാക്കറ്റായിരുന്നു. അത് വെള്ളത്തിൽ ഒരു കല്ലിൽ കുടുങ്ങിക്കിടന്നു. ആനന്ദി, നിന്റെ ജാക്കറ്റ് അവിടെ എങ്ങനെയാണ്? നീ അത് ഇട്ടുകൊണ്ടല്ലേ വന്നത്? ആനന്ദി ഇരുട്ടിൽ നിന്നും നടന്ന് പതുക്കെ പുറത്തേക്ക് വരികയായിരുന്നു. അവളുടെ രൂപം ഇപ്പോൾ മാറിയിരിക്കുകയായിരുന്നു. അവൾ കല്യാണ വസ്ത്രം അണിഞ്ഞിരുന്നു. കയ്യിൽ വളകളും ആഭരണങ്ങളൊക്കെ ഇട്ടിരുന്നു. അവളുടെ മുഖത്ത് ഇപ്പോൾ ജീവനില്ലാത്തതുപോലെയായിരുന്നു. ഞാൻ കുളിച്ചു കഴിഞ്ഞു. എൻ്റെ പഴയ വസ്ത്രം വളരെ ഘനമുള്ളതായി തോന്നി. വൃക്ഷ ഇത് കണ്ട് പേടിച്ചു പോയി. എന്നിട്ട് അവൾ പുറകിലോട്ട് നടന്നു. നീ 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 ആരാണ്? ആനന്ദി എവിടെ? അവൾ ഒരടി മുന്നിലോട്ട് നടന്നു വന്നപ്പോൾ
അവളുടെ മുഖം മാറി മറ്റൊരു പെണ്ണിന്റെ രൂപമായി മാറിയിരുന്നു. ആ കല്യാണ പെണ്ണിന്റെ രൂപത്തിൽ അവൾ കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. ആനന്ദി അവിടെയാണുള്ളത്. അവൾ എവിടെ ഇരിക്കണമോ അവിടെ, എന്നോടൊപ്പം. എന്നെ പല്ലക്കിൽ കൊണ്ടുപോകാൻ പോവുകയാണ് വൃക്ഷ. അപ്പോൾ എനിക്ക് കൂട്ടുകാരികൾ ആവശ്യമാണ്. വിരികാശ് തന്റെ കൈയെ ദൃക്ഷയുടെ നേരേക്കുയർത്തി. അവളുടെ കൈകളിൽ നിന്നും രക്തം ഒഴുകി വരാൻ തുടങ്ങി. രക്തത്തുള്ളികൾ താഴേക്ക് വീഴാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ദൃക്ഷ പേടിച്ചുപോയി. അവൾ അവിടെ നിന്നും ഓടാനായി ശ്രമിച്ചു. അവൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നദിയുടെ മറ്റൊരു വശത്ത് അവൾ ആനന്ദിയെ കണ്ടു. അവളും കല്യാണ പെണ്ണിന്റെ രൂപത്തിലായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നെ അവൾ പതുക്കെ പതുക്കെ കാറ്റത്ത് മാഞ്ഞുപോയി. ഇത് കണ്ടിട്ട് ദൃക്ഷ പേടിച്ചുപോയി. പിന്നെ അവൾക്ക് മനസ്സിലായി, ഇതുവരെ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അത് ആനന്ദി അല്ല എന്ന്. നീ അവളെ കൊന്നുകളഞ്ഞോ? അവൾ എന്റെ നല്ലൊരു കൂട്ടുകാരിയായിരുന്നു. ഞാൻ അവളെ കൊന്നിട്ടില്ല. ഞാൻ അവൾക്ക് മരിക്കാത്ത വരം കൊടുത്തിരിക്കുകയാണ്. അവൾക്കൊരിക്കലും പ്രായമാകില്ല. അവൾ ഒരിക്കലും പറ്റിക്കപ്പെടില്ല. അവൾ എന്നും ഇങ്ങനെ യൗവനമായി തന്നെ ഇരിക്കും, എന്നെ പോലെ. അവൾ മുന്നിലോട്ട് നടന്ന് ദൃക്ഷയുടെ അടുത്ത് ചെന്നെത്തി. ദൃക്ഷ വേണ്ട എന്ന് തലയാട്ടി. എന്നിട്ട് തന്റെ ജീവൻ രക്ഷിക്കാനായി അവൾ അവിടെ നിന്നും ഓടാനായി ശ്രമിച്ചു. അവൾക്ക് അവിടെ നിന്നും ഓടാൻ ഒരു വഴിയുമില്ലായിരുന്നു. പിന്നെ അവൾ ആ നദി കടന്നു ചെല്ലാമെന്ന് തീരുമാനിച്ചു. ഒട്ടും തന്നെ സമയം പാഴാക്കാതെ അവൾ വെള്ളത്തിലേക്ക് ചാടി. മറ്റൊരു വശത്തേക്ക് അവൾ നീന്തി പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ആ വെള്ളത്തിൽ നിന്നും ഒരുപാട് കൈകൾ പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി. അതിനർത്ഥം അവിടെ ആനന്ദി മാത്രമല്ല, അതെല്ലാം തന്നെ ആ പെണ്ണുങ്ങളാണ്. കുറച്ചു ദിവസം മുന്നേ കാണാതെ ആയവർ. ദൃശ്യയ്ക്ക് അത് മനസ്സിലായി. നദിയുടെ നിറം കറുപ്പല്ല, ചുവപ്പാണെന്ന്. ഇത് ആ പെണ്ണുങ്ങളുടെ രക്തം പോലെ തോന്നുന്നു. അവരെ വിരിക്കാസ് ഇവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അടുത്തത് ഇവളാണ്. അപ്പോഴാണ് വിരിക്കാസ് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വന്നത്. അവൾ ദൃക്ഷയുടെ തോളിലേക്ക് തൊട്ടു. അവൾ അവളുടെ കണ്ണിലേക്ക് നോക്കിയതുപോലെ ഒരു ഭയങ്കരമായ ചിരി ചിരിച്ചു. ഞങ്ങളുടെ കല്യാണ ഊർവലം ആ കുഴിക്കകത്ത് വീണുപോയി. പക്ഷെ ഇന്ന് ഞങ്ങളുടെ പല്ലക്ക് പൊക്കിയെടുക്കണം. വാ, എന്റെ കൂട്ടുകാരിയായി മാറ്. ഇല്ല ഇല്ല ഇല്ല. ഇതോടെ ഈ രാത്രിയും അവസാനിച്ചു. അതേ സ്ഥലത്തേക്ക് അടുത്ത ദിവസം 2 പെണ്ണുങ്ങൾ വന്നു. അവിടെ നിന്നാണ് വലിയ കാട്ടിലേക്ക് പോകാനുള്ള പാത തുടങ്ങുന്നത്. പിന്നെ അതേ പഴ വ്യാപാരിയുടെ അടുത്തേക്ക് അവർ ചെന്നു. ചേട്ടാ, ഈ പാത എവിടേക്കാണ് ചെല്ലുന്നത്? ക്യാമ്പിംഗ് ചെയ്യാനായിട്ട് വന്നോ? അതെ അതെ, ക്യാമ്പയിൻ ചെയ്യാനാണ്. നേരിട്ട് പോകൂ. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിൽ ഒരു അത്ഭുതമായ നദി ഉണ്ടാവും. സന്തോഷമായിട്ടുണ്ടാവും. 2 പേർക്കും അതിനെക്കുറിച്ച് അറിയാൻ ആകാംക്ഷയുണ്ടായി. ഉടനെ അവർ സൈക്കിൾ എടുത്തുകൊണ്ട് കാട്ടിനകത്തേക്ക് ചെന്നു. പിന്നെ ഇതേപോലെ വിരിക്കാസിന്റെ ചക്രം ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്.